ഹായ് ഗായ്സ്, എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം ഞാൻ ഓൺ വോയിസ് വീഡിയോ ചെയ്യുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കോണ്ടൻറ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനൊക്കെ മാനിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഓൺ വോയിസ് വീഡിയോ തന്നെ ചെയ്യുകയാണ്. മാക്സിമം ഇൻഷാല്ലാ ഓൺ വോയിസ് വീഡിയോ ചെയ്യാനായിട്ട് നോക്കുക. കുറച്ച് പേരെങ്കിലും അതിനെ ഇഷ്ടപ്പെട്ടിട്ട് നീ ഇത് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളൊരു വീഡിയോസ് ഒരു 10 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ 5 പേരെങ്കിലും ഇങ്ങനത്തെ ഒരു കമൻറ്റ്സ് പറയുന്നതിൽ ഭയങ്കര സന്തോഷം. അതും മതി നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കണ്ടൻറ് എന്ന് പറയുന്നത് ഇഫ്താർ പ്രിപ്പറേഷനാണ്. സോ രാവിലെ തന്നെ ഒരു ബിസി ഷെഡ്യൂളിങ്ങിലാണ് ഇന്നത്തെ സൺഡേ പോയിട്ടുള്ളത്. രാവിലെ താത്ത വീട് മാറുന്നതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേനും ഉമ്മ നല്ല പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത്താത്തമാരാണെന്നുണ്ടെങ്കിൽ സൈഡിൽ ഉള്ളി അരിയുന്നുണ്ട്, സിലു ഉള്ളി അരിയുന്നുണ്ട്. അതേപോലെ കട്ട്ലേറ്റിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെത്തുമ്പോൾ തന്നെ പത്തിരി കറി ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. അതിൻ്റെ ഇടയിൽ ഇതാ തത്തൻ്റെ മോളാണ്. അപ്പോൾ അവളെ കുറച്ച് നേരം കളിപ്പിച്ചു. ആൾ ഭയങ്കര രസമാണ്. അങ്ങനെ ഇതാ നമ്മൾ കട്ട്ലേറ്റിലേക്കുള്ള ഉള്ളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കാക്കൻ്റെ എന്തോ സ്പെഷ്യലാണ്. അപ്പോൾ കാടയിൽ എന്തൊക്കെ മസാലയൊക്കെ തേക്കുന്നുണ്ട് ആൾ. ശരിക്കും ഇഫ്താർ എന്ന് പറയുന്നത് എന്ത് രസമല്ലേ. വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവണം. ഈ ഇഫ്താർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റാണ്. കാരണം എൻ്റെ വീട് വിട്ടിട്ട്, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു നോമ്പാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. പുതിയ വീടാണ്, പക്ഷെ പഴയ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ഉമ്മയായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. ഞാനും ഉമ്മയും അടുക്കളയിൽ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന കുറേ മൊമെൻറ്റ്സൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കങ്ങനെ കുക്കിങ്ങൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കയറി കഴിഞ്ഞാൽ തന്നെ ഫുള്ള് കൊളാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വലിച്ചു കാരിയിടും. അതൊന്നും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ വഴക്കാവും. പക്ഷെ അതൊക്കെ രസമായിരുന്നു. ഈ റമദാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ പഴം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. റംലാൻ സീരീസായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. പിന്നെ ഇതാ നമ്മൾ കട്ട്ലേറ്റിനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്ത് രസമല്ലേ, ഫാമിലിയിൽ എല്ലാവരും ചേർന്ന് ഫുഡ് ഉണ്ടാക്കുക, അത് ഒരുമിച്ച് ഒരേ ടൈമിൽ കഴിക്കുക. പല ദിവസങ്ങളിലായിട്ട് അങ്ങനെയൊന്നും എല്ലാവരും ഒരുമിച്ച് കിട്ടൂലല്ലോ. പക്ഷേ റമദാനിന് എല്ലാവരും കറക്റ്റ് ടൈമിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ എത്തും. നല്ല രസമാണ് ശരിക്കും റമദാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ കട്ട്ലേറ്റിലൊക്കെ പരിപാടി തുടങ്ങി. ഇപ്പോൾ ഞാനും താത്തയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. താത്ത കട്ട്ലേറ്റ് ഇങ്ങനെ പരത്തി തരും. ഞാനിത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് അവിടെ വെക്കും. ഇതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി. ഇനി പൊരിക്കാനുള്ളൂ. അപ്പോൾ ഇമ്മ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് പൊരിക്കാനുള്ള പരിപാടിയും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കട്ട്ലേറ്റ് പൊരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നിസ്കാരം പരിപാടിയിലൊക്കെ ബാക്കിയുള്ളവർ പോയി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കട്ട്ലേറ്റും അതുപോലെ പഴം നിറച്ചതായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് എല്ലാവർക്കും നിർബന്ധമാണ്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ. ഇത് തന്നെ നോമ്പിന് ധാരാളമല്ലേ, നമുക്കങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ടാറ്റാ ബൈ.